ഗൈസ്, ഇന്ന് ചാവക്കാട് ഉള്ള ഒരു 4 മണിക്കാറ്റ് എന്ന് പറയുന്ന ഒരു വൈബ് സ്ഥലം, ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ കണ്ടെന്ന് നമ്മുടെ യാത്ര പോയത്. നല്ല രസകരമായ തോണി യാത്ര. അതുപോലെ തന്നെ പിന്നെ അവിടെ ഊഞ്ഞാൽ ഉണ്ട്, അതുപോലെ പിന്നെ കയാക്കിംഗ് ഉണ്ട്, ചെറിയ ബോട്ടിൽ ഉള്ള യാത്ര, അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. നല്ല രസകരമായ ഒരു വൈബ് സ്ഥലമായിരുന്നു. സായാഹ്നങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എൻജോയ്മെൻറ്റ് ചെയ്തിട്ട് പോരാൻ കഴിയും. രസകരമായ ഒരു സ്ഥലം തന്നെ പറയാം, കാരണം അത്യാവശ്യം ആളുകൾ വരുന്ന ഒരു പ്ലേസാണ്. പിന്നെ അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ തോണി യാത്ര തന്നെയാണ് കേട്ടോ. നല്ല രസകരമായ ഈ തോണി യാത്ര, കാറ്റൊക്കെ കൊണ്ട് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ യാത്ര പോകുന്നത് എന്ത് രസമാണെന്നറിയോ. അങ്ങനെ തോണിയിൽ യാത്രയൊക്കെ ഇങ്ങനെ ചെയ്ത് ആ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച്, അതുപോലെ തന്നെ അവിടെയുള്ള കിളികളുടെയും അതുപോലെ തന്നെ പിന്നെ ഇളം കാറ്റൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ യാത്ര ചെയ്യും. അതൊരു പ്രത്യേക വൈബ് തന്നെയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ കയറാൻ ഇരുന്നിരുന്ന തോണിയുടെ മുന്നേ പോയുള്ള ടീമാണ് ഇപ്പോൾ ഈ വന്നിട്ടുള്ളത്. ഇത് അധികം ആരും എത്തപ്പെടാത്തൊരു സ്ഥലമാണെന്നാണ് തോന്നുന്നത്. കാരണം ഞാൻ ഇപ്പം അടുത്താണ് ഇതിനെക്കുറിച്ചിട്ട്, ഈ ഒരു പ്ലേസിനെ കുറിച്ചിട്ട് അറിഞ്ഞത്. പ്രത്യേകിച്ച് കൂടുതൽ ദൂരമൊന്നുമില്ല. അപ്പോൾ നമ്മളെ പാലക്കാട് പട്ടാമ്പി ഭാഗത്തു നിന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ കുന്നംകുളത്ത് നിന്ന് നേരെ ഒരു 6-7 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. ചാവക്കാട് ടൗണിൽ നിന്ന് റൈറ്റ് കയറി പോയിട്ട് പിന്നെ ലെഫ്റ്റ് ഒരു പോക്കറ്റ് റോഡുണ്ട്, അതിന് പോയി കഴിഞ്ഞാൽ നേരെ അവിടെ എത്താം. അങ്ങനെ ഈ ഊഞ്ഞാലാട്ടമൊക്കെ കണ്ടപ്പോൾ എൻ്റെ മക്കൾക്കൊരാഗ്രഹം, അവർക്ക് ഊഞ്ഞാലാടണമെന്ന്. കാരണം ഈ തടാകത്തിൻ്റെ മുകളിൽ ഉള്ള ഈ ഊഞ്ഞാലാട്ടം നല്ല രസകരമായിട്ടുള്ളൊരു വൈബ് തന്നെയാണ്. അപ്പോൾ അവർ ഊഞ്ഞാലാട്ടി. രണ്ടുപേരും ഊഞ്ഞാലാടിട്ടോ, രണ്ടുപേരും പരമാവധി എൻജോയ്മെൻറ്റ് ചെയ്തു. ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മൾ ഫ്രീ ആകുന്ന സമയത്തല്ലേ അവരെയും കൊണ്ട് പുറത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തും പോവാറുണ്ട്. പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴല്ലേ ഇപ്പോൾ അതിനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ മക്കൾക്ക് നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴല്ലേ പറ്റുള്ളൂ. അവർക്ക് കുതിരമ്മ കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുതിര സവാരി ഉണ്ട് അവിടെ. രണ്ടുപേര് കുതിര പുറത്ത് കയറി ഒരു റൗണ്ട് അവർ പിന്നെ യാത്രയൊക്കെ പോയി. നല്ല രസകരമായൊരു കുതിരയായിരുന്നു കേട്ടോ, വൈറ്റ് കളറിൽ. പിന്നെ രണ്ടുപേരും നല്ല ആസ്വദിച്ച് കുതിരപ്പുറത്ത് യാത്ര ചെയ്തു. അതുപോലെ തന്നെ പിന്നെ വൈകുന്നേരത്ത് വീട്ടിലെത്തിയപ്പോൾ മോനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, ആ കുതിര മനസ്സിന്ന് പോകുന്നില്ല, അത്ര ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഡയലോഗാണ് അവൻ പറഞ്ഞത്. അവനതിൻ്റെ വിലയും ചോദിച്ചിട്ടോ അവരോട്, 2 ലക്ഷം രൂപ വിലയും ചോദിച്ചൊക്കെ അവർ പറഞ്ഞത്. എന്തായാലും നല്ല രസമുള്ളൊരു കുതിരയായിരുന്നു. അവർ രണ്ടുപേരും കുതിര യാത്ര കഴിഞ്ഞ് വന്ന് അവർ ഹാപ്പിയായി. മോൾക്കൊന്നും ഒരു ഭയമില്ല കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് രണ്ടുപേരും. അങ്ങനെ അവിടെ കുറേയൊക്കെ കറങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് പിന്നെ തോണി യാത്ര. ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ അവരിട്ട് തരും. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ തോണി യാത്ര പോകുന്നത്. പിന്നെ ഭയം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഭയം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവരെല്ലാം സേഫ്റ്റി മെഷർമെൻറ്റുമായിട്ടാണ് അവർ നമ്മളെ തോണിയിലേക്ക് കയറ്റിയത്. പിന്നെ കണ്ട ഓരോരുത്തരും വന്ന് സായാഹ്നങ്ങളിൽ നല്ലൊരു തുരുത്തൊക്കെ ഉണ്ട് അവിടെ. നല്ല രസകരമായൊരു തുരുത്ത്, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു പ്ലേസാണ്. പിന്നെ അധികം ആരും എത്തപ്പെടാത്തൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. എന്നോട് ഇതിന് ശേഷം കുറേ പേര് വിളിച്ചിട്ട് ചോദിച്ചു ഇത് എവിടെയാണ് സ്ഥലം എന്നൊക്കെ. അപ്പോൾ അവരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ മക്കളെയും കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് പോയി ഫോട്ടോസൊക്കെ എടുത്ത് തോണിയിലൊക്കെ കയറി ഊഞ്ഞാലൊക്കെ ആടി, അതുപോലെ തന്നെ കയാക്കിങ് അതിന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കയാക്കിങ്ങൊക്കെ നടത്തി പോരാവുന്നതേ ഉള്ളൂ. എന്തായാലും നമ്മുടെ ജീവിതത്തിൽ ഹാപ്പി ആയിരിക്കേണ്ട സമയങ്ങളിൽ നമ്മൾ ഹാപ്പി ആയിരിക്കണം. സൂര്യാസ്തമയ സമയം ആയതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കേട്ടോ ഈ ഒരു തോണി യാത്ര. ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോകാത്ത, മറക്കാനാവാത്ത ഒരു
അനുഭവമായിരുന്നു. അതുപോലെ തന്നെ അവിടെ ആ തീരത്ത് ലൈറ്റൊക്കെ തന്നെ ഇട്ട് തുടങ്ങി. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൾ രണ്ടുപേരും ഫോട്ടോസൊക്കെ എടുത്ത് അവർ രണ്ടുപേരും വളരെ ഹാപ്പി ആയിരുന്നു. പിന്നെ ഇത്ര സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഫോട്ടോ എടുക്കുക പറയുമ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇനി നാട്ടിലേക്കുള്ള തിരിക്കലിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ഭക്ഷണം കഴിക്കണം, പിന്നെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ എവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം, എന്ത് കഴിക്കണം എന്നൊക്കെയുള്ള ചർച്ചയായിരുന്നു. ഞങ്ങളെന്തായാലും ഗുരുവായൂരിൽ വൈകുന്നേരത്ത് പിന്നെ ഡിന്നർ കഴിച്ചത്. അടിപൊളി ഒരു ഹോട്ടലിൽ തന്നെ കയറിട്ടോ, നല്ല ഫുഡായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് നേരം അവിടെ സോറൊക്കെ പറഞ്ഞിരുന്ന് അവിടുന്ന് പോന്നു. അങ്ങനെ പോരുമ്പോഴാണ് മരത്തിൻ്റെ മുകളിൽ ഒരു തത്തയുടെ ഒരു ഇത് കണ്ടത്. അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത്തരം വീഡിയോസുമായി വരുന്നവരേക്കും ബൈ ബൈ.